കഥയെ ആരംഭിക്കുന്നത് ലോകപ്രശസ്തനായ ഒരു ഫുട്ബോൾ താരമാകണമെന്നും നാഷണൽ ടീമിൽ ഇടം പിടിക്കണം എന്നും സ്വപ്നം കാണുന്ന ക്രിസ്ത്യൻ എന്ന 8 വയസ്സുകാരനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വലിയൊരു ആരാധകനായിരുന്നു അവൻ. അദ്ദേഹത്തെ പോലെ ആകാനായിരുന്നു അവന്റെ ആഗ്രഹവും. ക്രിസ്ത്യന്റെ അമ്മ കാത്ലീൻ അവനെ പൂർണ്ണമായി എല്ലാ കാര്യത്തിലും പിന്തുണയ്ക്കും. പക്ഷേ എന്നാലും ഇടയ്ക്കൊക്കെ അവനെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. മോനെ, ചാടുന്നതിന് മുമ്പ് നടക്കാൻ പഠിക്കണം. നീ ആദ്യം നിന്റെ കഴിവ് നിന്റെ കോച്ചിന്റെ മുമ്പിൽ തെളിയിക്ക്, ബാക്കിയൊക്കെ നിനക്ക് പിന്നാലെ വന്നു ചേരും. ക്രിസ്ത്യന്റെ പിതാവ് ജോർജ് അമേരിക്കൻ സൈന്യത്തിലെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ യുദ്ധമുഖത്തുമാണ്. പിന്നീട് കാത്ലിനോട് ഫ്ലേട്ട് ചെയ്യാൻ ശ്രമിക്കുകയും മോശമായി പെരുമാറാനും നോക്കുന്ന ഫ്രാങ്ക് എന്ന അയൽക്കാരനെ നാം പരിചയപ്പെടുന്നു. ഫ്രാങ്കിന് 2 ആൺമക്കളാണുള്ളത്. ഡൊണാൾഡും എട്ടും. ക്രിസ്ത്യന്റെ അതേ ഫുട്ബോൾ ക്ലബിലാണ് അവരും പരിശീലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യനെ പരിശീലനത്തിന് കൊണ്ടുപോകുന്നതും തിരികെ കൊണ്ടുവരുന്നതും ഇതേ ഫ്രാങ്ക് ആയിരുന്നു. എന്നാൽ ഫ്രാങ്കിന്റെ മക്കൾ എപ്പോഴും ക്രിസ്ത്യനെ തരം താഴ്ത്തിയാണ് സംസാരിക്കാറുള്ളത്. തങ്ങളുടെ ഒപ്പമെത്താൻ അവനൊരിക്കലും കഴിയില്ല എന്നവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം കോച്ച് ഡൊമിനിക് ക്രിസ്ത്യനെ ടീമിലെ പുതിയ സ്ട്രൈക്കറായി തിരഞ്ഞെടുത്തു. അവനൊരു അവസരം നൽകി. പക്ഷേ അന്നും ഒരു ഗോൾ പോലും നേടാൻ കഴിയാതെ അവന് നിരാശനാവേണ്ടി വന്നു. കോച്ചിനെ ഇംപ്രസ് ചെയ്യിക്കാനും അവന് സാധിച്ചില്ല. വിഷമത്തോടെ വീട്ടിലെത്തിയ ക്രിസ്ത്യനെ അവന്റെ അമ്മ ആശ്വസിപ്പിച്ചു. ഒരിക്കലും തോറ്റുകൊടുക്കരുത്, പരിശ്രമമാണ് വിജയത്തിലേക്ക് എത്തിക്കുക, അതാണ് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരം എന്നീ അച്ഛന്റെ വാക്കുകൾ അവർ അവനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. അടുത്ത ദിവസം വീട്ടുമുറ്റത്ത് പെനാൽറ്റി കിക്കുകൾ അവൻ പരിശീലിക്കുകയായിരുന്നു. ആ സമയം ക്രിസ്ത്യനടിച്ച പന്ത് അബദ്ധത്തിൽ മറ്റൊരയൽക്കാരന്റെ തോട്ടത്തിലേക്ക് വീണു. അവിടുണ്ടായിരുന്ന ചെടികൾ നശിച്ചു. ദേഷ്യത്തോടെ അത് കണ്ട് പുറത്തു വന്ന അല്പം പ്രായമേറിയ ആ അയൽക്കാരൻ തന്റെ പ്രിയപ്പെട്ട ചെടികൾ നശിപ്പിച്ചതിന് ക്രിസ്ത്യനെ വഴക്കു പറഞ്ഞു. ക്രിസ്ത്യൻ മാപ്പ് പറയുകയും തനിക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമാകണമെന്ന ആഗ്രഹം അദ്ദേഹത്തോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഫുട്ബോളിനെ ഇഷ്ടമല്ലാതിരുന്ന ആ മനുഷ്യൻ പന്തും നിന്റെ സ്വപ്നവുമൊക്കെ എന്നിൽ നിന്ന് കുറച്ച് ദൂരേക്ക് മാറ്റിവെച്ചേരെ, എന്നെ വെറുതെ വിട്ടേരെ എന്ന് പറഞ്ഞവനെ ആട്ടിയോടിച്ചു. പിന്നീട് ഡൊമിനിക്കിന്റെ നോർത്തേൺ സ്റ്റാർസ് എന്ന ടീം ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുകയായിരുന്നു. മാതാപിതാക്കൾ ഗ്യാലറിയിലിരുന്ന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. പതിവ് പോലെ ക്രിസ്ത്യൻ കളിക്കുന്നത് തീരെ ഇഷ്ടപ്പെടാതിരുന്ന അയൽക്കാരൻ ഫ്രാങ്ക് അവനെ സബ്സ്റ്റിറ്റ്യൂട്ടായി മാത്രം നിർത്താൻ കോച്ചിനെ നിർബന്ധിച്ചു. ഫ്രാങ്കും കോച്ചും മുമ്പേ പരിചയക്കാരാണ്. അവർ തമ്മിൽ എന്തോ ഫിനാൻഷ്യൽ ഇടപാടുകളുമുണ്ട്. ആദ്യ പകുതിയിൽ ടീം വളരെ മോശമായിട്ടാണ് കളിച്ചിരുന്നത്. ക്രിസ്ത്യനാകട്ടെ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇരിക്കുകയുമാണ്. കളി അങ്ങനെ തുടർന്നപ്പോ കോച്ച് ഡൊമിനിക് സമ്മർദ്ദത്തിലായി. ഇടവേള സമയത്ത് ട്രയാങ്കിൾ സ്ട്രാറ്റജിയും ഷോർട്ട് പാസുകളും ഉപയോഗിച്ച് മുന്നേറാൻ അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചു, ഉപദേശിച്ചു. 2ാം പകുതി തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ടീമിനെ ആവേശഭരിതരാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കളിയിൽ വലിയ പുരോഗതിയൊന്നും ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. സമയം തീരാറായപ്പോ ഡൊമിനിക് ഡൊണാൾഡിന് പകരം ക്രിസ്ത്യനെ കളത്തിലിറക്കാൻ തീരുമാനിച്ചു. ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ക്രിസ്ത്യൻ എന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പക്ഷെ അവന് ഗോൾ നേടാൻ കഴിഞ്ഞില്ല. ഭാഗ്യവശാൽ ടീമിന് ലഭിച്ച ഒരു പെനാൽറ്റി ഗോളാക്കി മാറ്റിയതോടെ മത്സരം സമനിലയിലെത്തി. അന്ന് കളി അവസാനിപ്പിച്ചപ്പോഴും സമനിലയിൽ നിൽക്കുവാൻ അവരുടെ ടീമിന് കഴിഞ്ഞു. കളി കഴിഞ്ഞെല്ലാവരും പോയപ്പോ ഒരു ചാമ്പ്യനെ പോലെയാണ് ഇന്ന് നീ കളിച്ചതെന്ന് കോച്ച് ക്രിസ്ത്യനോട് പറഞ്ഞു. അവനെ അഭിനന്ദിച്ചു. ഇതേസമയം മറുവശത്ത് ജോർജും സൈന്യവും ശത്രുക്കളാൽ വളയപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവരുടെ കമാൻഡർക്കും ഗുരുതരമായി പരിക്കേറ്റു. സൈനികർ ഓരോരുത്തരായി പ്രത്യാശ കൈവിട്ടുകൊണ്ടിരുന്നു. ആ സമയം താനാരെയും ഉപേക്ഷിക്കില്ല എന്നുറപ്പു നൽകിക്കൊണ്ട് ജോർജ് തന്റെ സഹപ്രവർത്തകർക്ക് ധൈര്യം പകർന്നു. പ്രശ്നങ്ങൾ കലുഷിതമാവുന്നതിനിടയിൽ തന്റെ ഭാര്യയുടെയും മകന്റെയും ചിത്രം അദ്ദേഹം എടുത്തു നോക്കി. അദ്ദേഹമേറെ വികാരാധീനനാകുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ ക്രിസ്ത്യനെ സ്കൂളിലാക്കി മടങ്ങുന്ന കാത്ലീന് സർജൻ വില്യം സ്കോട്ടിന്റെ ഒരു കോൾ വന്നു. കാത്ലീന്റെ ഭർത്താവിനെ യുദ്ധഭൂമിയിൽ കാണാതായിരിക്കുന്നു, മിസ്സിംഗ് ഇൻ ആക്ഷനാണ് എന്നായിരുന്നു അയാൾ പറഞ്ഞത്. അത് കേട്ടതും കാത്ലീൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കാത്ലീന്റെ ശ്രദ്ധ തെറ്റുകയും അവളുടെ കാർ അപകടത്തിൽപ്പെടുകയും ചെയ്തു. വൈകുന്നേരം സ്കൂളിൽ കാത്തുനിന്ന ക്രിസ്ത്യനെ ഫ്രാങ്ക് കൂട്ടിക്കൊണ്ടുപോയി. നേരെ ആശുപത്രിയിലേക്കായിരുന്നു പോയത്. തന്റെ അമ്മ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് എന്ന് കണ്ടതും അവനാകെ തകർന്നുപോയി. അമ്മ സുഖം പ്രാപിക്കുന്നതുവരെ ക്രിസ്ത്യനെ നോക്കാൻ മറ്റാരുമില്ലാത്തതുകൊണ്ട് അവനെ അമ്മ ഫ്രാങ്കിനൊപ്പം വിട്ടു. എന്നാൽ ക്രിസ്ത്യനോടും ക്രിസ്ത്യന്റെ അമ്മയോടും ദേഷ്യമുണ്ടായിരുന്ന ഫ്രാങ്ക് അവനോട് വളരെ ക്രൂരമായാണ് പെരുമാറിയത്. ഉപേക്ഷിക്കപ്പെട്ട വീടിന്റെ ബേസ്മെന്റിൽ താമസിക്കാനാണ് അയാൾ അവനെ നിർബന്ധിച്ചത്. മാത്രമല്ല വീട്ടുജോലികൾ മുഴുവനായും അവനെ കൊണ്ട്
കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ക്രിസ്ത്യന് പുതിയ ഫുട്ബോൾ ബൂട്ട് ആവശ്യമാണ് എന്ന കാര്യം അവൻ ഫ്രാങ്കിനോട് പറഞ്ഞു. ഫ്രാങ്ക് അവനെ ഒരു സ്പോർട്സ് കടയിൽ കൊണ്ടുപോയി. കടയുടമ നല്ല ബൂട്ടുകൾ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഇവൻ തന്റെ മകനല്ലെന്നും അതുകൊണ്ട് ഏറ്റവും വില കുറഞ്ഞൊരു ബൂട്ട് മതിയെന്നും ഫ്രാങ്ക് അയാളോട് പറഞ്ഞു. കടയുടമ വിചിത്രമായ ഒരു ജോഡി സ്വർണ്ണ നിറത്തിലുള്ള ബൂട്ടുകൾ അവന് നൽകി. എന്നിട്ടും പരാതികളില്ലാതെ സന്തോഷത്തോടെ ക്രിസ്ത്യൻ അത് സ്വീകരിച്ചു. ക്രിസ്ത്യനെ കൂടെ നിർത്തി നല്ല രീതിയിൽ കളിപ്പിക്കാതെ തന്റെ മക്കളെ ഉയർന്ന സ്ഥലത്തിലേക്ക് കൊണ്ടുപോവുക എന്നതായിരുന്നു ഫ്രാങ്കിന്റെ തന്ത്രം. ക്രിസ്ത്യനാകട്ടെ അതൊന്നും മറന്നതേയില്ല. ആ പഴയ ബൂട്ടുകൾ ധരിച്ച് ക്രിസ്ത്യനൊറ്റയ്ക്ക് പരിശീലിക്കാൻ തുടങ്ങി. ആ സമയം അവൻ അത്ഭുതം തോന്നി. അവൻ തുടക്കുന്ന ഓരോ ഷൂട്ടും ഒരു പ്രൊഫഷണൽ താരത്തെ പോലെ മികച്ചു വരുന്നു. ആശുപത്രിയിൽ മേരി വൈറ്റ് എന്ന ദയുള്ള നേഴ്സിന്റെ പരിചരണത്തിലായിരുന്നു അപ്പോൾ കാത്ലീനെ പരിചരിക്കുന്നതിനൊപ്പം മകനുവേണ്ടി കരുത്തോടെ ഇരിക്കാൻ മേരി അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരമ്മയുടെ കരുത്തിന് മാത്രമേ മകന്റെ ആത്മവിശ്വാസം ഉയർത്താൻ കഴിയൂ എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നോർത്തേൺ സ്റ്റാർസിന് മറ്റൊരു പ്രധാന മത്സരമുണ്ടായിരുന്നു. അതിൽ ജയിച്ചാൽ അവർക്ക് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടാം. എന്നാൽ ആദ്യ പകുതിയിൽ ടീമിന് തിളങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സമയം പോയിക്കൊണ്ടിരുന്നു. കളി മെച്ചപ്പെടുന്നുമില്ല. അതോടെ ഫ്രാങ്കിന്റെ മകനെ മാറ്റി ക്രിസ്ത്യനെ ഇറക്കുവാൻ കോച്ച് തീരുമാനിച്ചു. അത് കേട്ട ഫ്രാങ്ക് ശക്തമായി എതിർത്തു. പക്ഷേ കോച്ച് ഡൊമിനിക് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഉടനെ ഫ്രാങ്ക് താൻ മുമ്പ് കടം നൽകിയ പണം തിരികെ ചോദിച്ച് കോച്ചിനെ ഭീഷണിപ്പെടുത്തി. പക്ഷേ ഡൊമിനിക് വഴങ്ങിയില്ല. ക്രിസ്ത്യനെ കളത്തിലിറക്കി. ക്രിസ്ത്യൻ കളത്തിലിറങ്ങിയതോടെ കളിയുടെ ഗതി തന്നെ മാറി. അവൻ മികച്ച പ്രകടനം നടത്തി. ഒന്നിനു പുറകെ ഒന്നായി ഗോളുകൾ നേടി. അതോടെ എന്റെ മികച്ച സ്ട്രൈക്കറെ എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് കോച്ച് സന്തോഷത്തോടെ മന്ത്രിച്ചു. കളി കഴിഞ്ഞ് ക്രിസ്ത്യന്റെ സുഹൃത്തും ടീമിലെ ഗോൾ കീപ്പറുമായ ജൂലിയൻ അവനടുത്ത് വന്ന് അഭിനന്ദിച്ചു. അവന്റെ അമ്മയ്ക്ക് വേണ്ടി ധൈര്യത്തോടെ ഇരിക്കാൻ അവനോട് പറയുകയും ചെയ്തു. പക്ഷേ ക്രിസ്ത്യന്റെ ആ വളർച്ചയിൽ ഫ്രാങ്കിന് വല്ലാതെ അസൂയ പൂണ്ടിരുന്നു. അതോടെ അയാൾ അവനെ കൊണ്ട് പാത്രം കഴിയിക്കുകയും അവന്റെ അമ്മയെ പിന്നീട് കാണാനോ ഫോൺ വിളിക്കാനോ അനുവദിക്കാതെ പീഡിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. തുടർച്ചയായ വിജയങ്ങളിലൂടെ ക്രിസ്ത്യൻ തന്റെ ടീമിനെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. ജീവിതത്തിൽ നിന്നും തോൽവി മാത്രം അറിഞ്ഞിട്ടുള്ള കോച്ച് ഡൊമിനിക്കിന് അതോടെ വിജയിയെപ്പോലെ അഭിമാനിക്കാൻ അവസരം വന്നു. ക്രിസ്ത്യന്റെ പ്രകടനം അധികം വൈകാതെ വാർത്താമാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവന്റെ ചിത്രം പത്രങ്ങളിൽ വന്നു. ഒരു ഘട്ടത്തിൽ മേരി ആ പത്രം കാത്ലീനെ കാണിച്ചു. മകന്റെ പ്രകടനത്തിലും വിജയത്തിലും അവർ വല്ലാതെ അഭിമാനിക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് അസൂയാലുവായ ഫ്രാങ്കാകട്ടെ കാത്ലീന്റെ ഫോണുകൾ അവഗണിച്ചുകൊണ്ടിരുന്നു. മകനുമായി സംസാരിക്കാൻ അയാൾ അനുവദിച്ചതേയില്ല. അങ്ങനെ ഫൈനൽ മത്സരത്തിന്റെ തലേ ദിവസം നാഷണൽ ടീമിലെ സെലക്ടറായ മിച്ചിനെ ഡൊമിനിക് വിളിച്ചു. അടുത്ത ദിവസത്തെ ഫൈനൽ മത്സരം കാണാൻ അദ്ദേഹത്തോട് വരണമെന്നാവശ്യപ്പെട്ടു. ഫൈനലിൽ ക്രിസ്ത്യൻ അവിശ്വസനീയമായ പ്രകടനം കാഴ്ചവെക്കുമെന്നും മിച്ചിനെ ആകർഷിക്കുമെന്നും ഡൊമിനിക് പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഫൈനലിൽ ക്രിസ്ത്യൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മിച്ചിനെ ഇംപ്രസ് ചെയ്തു. ക്രിസ്ത്യന്റെ പ്രശസ്തി അതോടെ നാൾക്കുനാൾ ഉയരാൻ തുടങ്ങി. ടിവിയിൽ മകനെ കാണുന്ന കാത്ലീൻ അതീവ സന്തോഷവതിയായി. ആ നിമിഷം കാണാൻ ഭർത്താവ് ജോർജില്ലല്ലോ എന്നോർത്തവൾ കരയുന്നുണ്ടായിരുന്നു. ഫ്രാങ്കാകട്ടെ ക്രിസ്ത്യന്റെ ആ വളർച്ചയിൽ അസൂയ പൂണ്ട് വല്ലാതായി. ക്രിസ്ത്യനെ തളർത്തുവാൻ അയാൾ ഒരു പദ്ധതിയിട്ടു. പെട്ടെന്ന് ക്രിസ്ത്യനുണ്ടായ ഈ മാറ്റം എന്താണ് എന്നയാൾക്ക് അറിയണമായിരുന്നു. അതുകൊണ്ട് ക്രിസ്ത്യന്റെ പിന്നാലെ നടന്ന് അവനെ നിരീക്ഷിക്കാൻ ഫ്രാങ്ക് തീരുമാനിച്ചു. ക്രിസ്ത്യന് പോലും പെട്ടെന്നുണ്ടായ തന്റെ കഴിവിന്റെ മാറ്റത്തിൽ തനിക്ക് കിട്ടിയ ബൂട്ടുകളാണോ കാരണം എന്ന് സംശയം തോന്നിയിരുന്നു. അതൊരു മാജിക് ബൂട്ടാണോ എന്നൊക്കെ അവൻ ചിന്തിച്ചു. അതുകൊണ്ട് അവൻ 2 ബൂട്ടുകളെടുത്ത് മാജിക് ബൂട്ടും അല്ലാത്ത ബൂട്ടും വെച്ച് കളിച്ചു നോക്കാൻ തുടങ്ങി. പക്ഷേ സുവർണ ബൂട്ടിടുമ്പോ കൃത്യമായി ഗോളടിക്കാനും സാധാരണ ബൂട്ടിടുമ്പോ അവനത് സാധിക്കാതെയുമായിരുന്നു ഇരുന്നത്. അതോടെ ആ രഹസ്യം അവൻ തിരിച്ചറിഞ്ഞു. തനിക്ക് കിട്ടിയ ആ ഗോൾഡൻ ബൂട്ടിൽ എന്തോ സവിശേഷതയുണ്ട്. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കണ്ടുകൊണ്ടിരുന്ന ഫ്രാങ്ക് ആ ബൂട്ടുകൾ തട്ടിയെടുക്കാൻ തീരുമാനിച്ചു. പുതിയ ബൂട്ടുകൾ നൽകാമെന്ന് പറഞ്ഞ് ഫ്രാങ്ക് അവനെ പ്രലോഭിപ്പിക്കാനും ക്രിസ്ത്യൻ ഉറങ്ങുമ്പോ അത് മോഷ്ടിച്ചെടുക്കാനും ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. ഇത്രയൊക്കെ കഷ്ടപ്പാടുകൾക്കിടയിലും ക്രിസ്ത്യൻ തന്റെ മാതാപിതാക്കൾക്കും ടീമിനും ഫ്രാങ്കിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവനൊരു നല്ല കുട്ടിയായിരുന്നു. അങ്ങനെ റീജിയണൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ക്രിസ്ത്യന്റെ മികവിൽ അവരുടെ ടീം ആദ്യമായി ഫൈനലിലെത്തി. ക്രിസ്ത്യൻ പത്രങ്ങളുടെയും മാസികകളുടെയും മുൻപേജുകളിൽ നിറഞ്ഞു നിന്നു. എങ്കിലും ഫ്രാങ്കിന്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നും വന്നിരുന്നില്ല. കാത്ലീൻ വിളിക്കുമ്പോ ക്രിസ്ത്യൻ തൊട്ടും മുന്നിലുണ്ടായിട്ട് പോലും അവനെ സംസാരിക്കാൻ ഫ്രാങ്ക് അനുവദിച്ചതേയില്ല. ഇതിനിടയിൽ ക്രിസ്ത്യന്റെ വാർത്തകൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കുട്ടിയുടെ മാതാപിതാക്കളുടെയും അവന്റെയും സാഹചര്യം മനസ്സിലാക്കിയ പ്രസിഡന്റ് ക്രിസ്ത്യനെ സഹായിക്കാൻ തീരുമാനിച്ചു. ഒരു പത്രസമ്മേളനത്തിൽ ക്രിസ്ത്യന്റെ അച്ഛനെ കണ്ടെത്താൻ താൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും മകന്റെ അടുത്ത കളി കാണാൻ അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കും
എന്നും പ്രഖ്യാപിച്ചു. മറുവശത്ത് ക്രച്ചസ് ഉപയോഗിച്ചാണെങ്കിലും മകന്റെ കളി കാണാൻ പോകണമെന്ന് കാത്ലീൻ തീരുമാനിച്ചിരുന്നു. മേരിയും കാത്ലീനെ അത് ഉപദേശിക്കുകയും ചെയ്തു. അന്നാണ് പ്രസിഡന്റിന്റെ സെക്രട്ടറി കാത്ലീനെ സന്ദർശിക്കുന്നത്. പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തങ്ങളുടെ എല്ലാ പിന്തുണയും കാത്ലീനും കുടുംബത്തിനും അവർ വാഗ്ദാനം ചെയ്തു. പ്രസിഡന്റ് പറഞ്ഞ വാക്കുപാലിച്ചു. കാണാതായ സൈനികരെ കണ്ടെത്താൻ പുതിയൊരു സൈനിക സംഘത്തെ അയച്ചു. അവർ അവരുടെ മിഷൻ മികച്ച രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോയി. ഭാഗ്യവശാൽ അവർക്ക് ജോർജിനെയും സംഘത്തെയും കണ്ടെത്താനും സുരക്ഷിതമായി തിരികെ നാട്ടിലെത്തിക്കാനും കഴിഞ്ഞു. വൈകാതെ പ്രസിഡന്റ് വീണ്ടും വാർത്താ സമ്മേളനം നടത്തി രക്ഷപ്പെട്ടവരുടെ പേരുകൾ പ്രഖ്യാപിച്ചു. അതിൽ ജോർജിന്റെ പേരും ഉണ്ടായിരുന്നു. ടിവിയിൽ ആ വാർത്ത കണ്ട കാത്ലീൻ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. ഫൈനൽ മത്സരത്തിന്റെ ദിവസം ക്രിസ്ത്യൻ തയ്യാറെടുക്കാൻ തുടങ്ങി. പക്ഷേ തയ്യാറായി അവൻ പുറത്തിറങ്ങാൻ വന്നപ്പോ ബേസ്മെന്റിന്റെ ഡോർ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഫ്രാങ്കായിരുന്നു അത് ചെയ്തത്. അയാൾ ബേസ്മെന്റിന്റെ വാതിൽ പൂട്ടുകയും അവന്റെ സുവർണ ബൂട്ടുകൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഭാഗ്യവശാൽ അവൻ ബേസ്മെന്റിൽ കിടന്ന് ബഹളം വെച്ചപ്പോൾ ഫുട്ബോളിനെ വെറുക്കുന്ന അയൽക്കാരന്റെ നായ ആ ബഹളം ശ്രദ്ധിച്ചു. ആ നായ അയൽക്കാരന്റെ ശ്രദ്ധയും പിടിച്ചുപറ്റി. അതോടെ അയാൾ അവിടേക്കെത്തി. ജനലിലൂടെ ക്രിസ്ത്യൻ അദ്ദേഹത്തോട് സഹായം ചോദിച്ചു. എന്തിനാ ഞാൻ നിന്നെ സഹായിക്കേണ്ടത് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് നിങ്ങൾ എന്റെ കാവൽമാലാകെയാണ് എന്നായിരുന്നു ക്രിസ്ത്യൻ ഒരു പേപ്പറിൽ എഴുതി കാണിച്ചത്. അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. അദ്ദേഹം ഉടനെ ബേസ്മെന്റിന്റെ ജനൽ തകർത്ത് ക്രിസ്ത്യനെ പുറത്തിറക്കി. പിന്നാലെ അവനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സമയം വൈകിയിരുന്നു. തന്നെ ഒന്ന് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ എത്തിക്കാൻ ക്രിസ്ത്യൻ റിക്വസ്റ്റ് ചെയ്തതും തന്റെ പഴയ വിന്റേജ് കാറിൽ അദ്ദേഹം അവനെ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു. അവരിരുവരും അദ്ദേഹത്തിന്റെ ഗരേജിലേക്ക് എത്തി. അവിടെ വെച്ച് ഗരേജിലുള്ള വസ്തുക്കൾ കണ്ട് ക്രിസ്ത്യൻ അത്ഭുതപ്പെട്ടു. ആ ഗരേജിൽ നിരവധി ട്രോഫികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അതും ഫുട്ബോൾ ട്രോഫികൾ. താൻ ചെറുപ്പത്തിൽ മികച്ച ഒരു താരമായിരുന്നുവെന്നും എന്നാൽ ഒരു അപകടത്തിൽ കാലിനും നടുവിനും പരിക്കേറ്റതോടെ എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നും ആ മനുഷ്യൻ ക്രിസ്ത്യനോട് വെളിപ്പെടുത്തി. അതോടെ ഒരിക്കലേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഫുട്ബോളിനോട് തനിക്ക് ദേഷ്യം വന്നുവെന്നും താൻ ഫുട്ബോളിനെ പതിയെ വെറുത്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രിസ്ത്യന്റെ കളി കണ്ടതോടെയാണ് വീണ്ടും താൻ ആ കളിയെ ഇപ്പോൾ പ്രണയിച്ചു തുടങ്ങുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. മറുവശത്ത് മത്സരം ആരംഭിക്കാൻ പോവുകയായിരുന്നു. മത്സരത്തിനു മുമ്പ് ഡൊമിനിക് അങ്ങോട്ടേക്കെത്തിയ ഫ്രാങ്കിനടുക്കൽ ക്രിസ്ത്യനെ കുറിച്ച് ചോദിച്ചു. അവൻ സുഖമില്ലാതെ കിടപ്പിലാണ് എന്നായിരുന്നു ഫ്രാങ്ക് കള്ളം പറഞ്ഞത്. വൈകാതെ കളി ആരംഭിച്ചു. ക്രിസ്ത്യൻ ഇല്ലാത്തതിനാൽ അവന്റെ ടീമാകെ തളർന്നിരുന്നു. മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ക്രിസ്ത്യൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. പക്ഷേ തന്റെ സ്വർണ്ണ ബൂട്ടുകൾ ഇല്ലാത്തതിനാൽ അവൻ ഭയപ്പെട്ടു. പക്ഷേ കോച്ച് അവന് ധൈര്യം പകർന്നു. നിനക്ക് കളിക്കുവാൻ ആ ബൂട്ടുകളൊന്നും വേണ്ട. ആ ബൂട്ടുകൾ നിനക്കാകെ പകർന്നത് നിന്റെ കോൺഫിഡൻസ് മാത്രമാണ്. നീ നിന്നിൽ വിശ്വസിച്ചാൽ മതി. നീ മികച്ചൊരു പ്ലെയർ ആണ് എന്ന് പറഞ്ഞ കോച്ച് അവനെ ധൈര്യപ്പെടുത്തി. വൈകാതെ അവൻ കളത്തിലിറങ്ങി. ക്രിസ്ത്യൻ തന്റെ ഹീറോ റൊണാൾഡോയെപ്പോലെ അന്ന് കളിക്കളത്തിലെ മികച്ച പ്രകടനത്തിനിടയിൽ ഒരു ഗോൾ നേടി. തന്റെ ടീമിനെ ഒടുവിൽ വിജയത്തിലേക്കും നയിച്ചു. അതേസമയം ക്രച്ചസിൽ ഊന്നിക്കൊണ്ട് കാത്ലീൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. തന്റെ ഭാര്യയെ കണ്ടതും അങ്ങോട്ടേക്കെത്തിയിരുന്ന ജോർജ് അവരെ വിളിച്ചു. നിറകണ്ണുകളോടെ കാത്ലീൻ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നോക്കിക്കണ്ടു. അവരിരുവരും ആലിംഗനം ചെയ്തു. അവരുടെ ആ പുനഃസമാഗമത്തിന് ശേഷം അവർ സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങി. വിജയശ്രീ ലാളിതനായി തങ്ങളുടെ മകൻ ട്രോഫി ഉയർത്തുന്നത് അവർ നേരിട്ട് കണ്ടു. അവർക്ക് അത്രമേൽ സന്തോഷം തോന്നിയിരുന്നു. കളി കഴിഞ്ഞ ആ കുടുംബം ഒന്നിച്ചപ്പോ അങ്ങോട്ടേക്ക് എത്തിയ ഫ്രാങ്കിന്റെ മുഖത്ത് കാത്ലീൻ നല്ല രീതിയിൽ ഒന്ന് പൊട്ടിച്ചു. പിന്നാലെ നെട്ടലോടെ ഭർത്താവ് നോക്കുന്നത് കണ്ടപ്പോ താനത് പിന്നീട് പറയാം എന്ന് കാത്ലീൻ ഭർത്താവിനോട് പറഞ്ഞു. പിന്നീട് സെലക്ടറായ മിച്ചു വന്ന് ക്രിസ്ത്യനെ താൻ നാഷണൽ ടീമിലേക്ക് ക്ഷണിക്കുന്നു എന്ന കാര്യം പറഞ്ഞു. അവരുടെ കുടുംബം അത്രമേൽ സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ആ കൊച്ചും എടുക്കനും സംഘവും അഭിമാനത്തോടെ ട്രോഫി ഉയർത്തി നിൽക്കുന്ന ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു കൊച്ചു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.